മൂലൻസ് കുടുംബ പരമ്പരയിലുള്ള വർഗീസ് മൂലൻ പഠന കാലയളവിൽ കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. വർഗീസ് ശ്രീ ശങ്കര കോളേജിലെ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റനായിരുന്നു. കോളേജ് പഠനകാലത്ത് എഴുതിയ തേക്ക് എന്ന നോവലിന് മാമൻ മാപ്പിള നോവൽ മത്സരത്തിൽ 3-ാം സ്ഥാനവും, എരിമലയിലൊരഭയം എന്ന നോവലിന് കുങ്കുമം നോവൽ മത്സരത്തിൽ 5-ാം സ്ഥാനവും ലഭിച്ചു. 1977 ഡിഗ്രി പഠനം പൂർത്തിയാക്കി മദ്രാസിലെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ജോലി നേടി. 1979 ഡൽഹിയിലെ സന്തുൽ ഇന്ത്യ എന്ന ഓട്ടോമൊബൈൽ പാർട്സ് നിർമ്മാണ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. അലിഗറിലെ ഫാക്ടറിയിൽ മാനേജറായി ജോലി ചെയ്യുമ്പോൾ വർഗീസിന്റെ കീഴിൽ ലെയ്ത്ത് ജോലിക്കാരനായിരുന്ന ഒരു യുവാവ് അന്യമതസ്ഥയായ യുവതിയുമായി പ്രണയത്തിലായിരുന്നു. ഇതിന്റെ പേരിൽ യുവതിയുടെ സഹോദരങ്ങൾ യുവാവിനെ ക്രൂരമായി തല്ലിക്കൊന്ന് മൃതദേഹം വഴിയിൽ ഉപേക്ഷിച്ചു. പോലീസ് ആ മൃതദേഹം മോർച്ചറിയിൽ എത്തിച്ചു. 3-ാം നാൾ പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തപ്പോൾ ആ മൃതദേഹത്തിന് അനക്കമുള്ളതായി കണ്ടു. തുടർന്ന് ചികിത്സയിലൂടെ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് മടങ്ങിയ ആ യുവാവ് മരിച്ചുകിടന്ന ആ 3 ദിവസങ്ങളിൽ തനിക്കുണ്ടായ ആത്മീയ അനുഭവങ്ങൾ വർഗീസുമായി പങ്കുവച്ചു. ആ യുവാവിന്റെ ഉയർത്തെഴുന്നേൽപ്പും അവൻ വിവരിച്ച പരലോക അനുഭവങ്ങളും വർഗീസ് മൂന്നന്റെ ചിന്താഗതിയെ അടിമുടി അട്ടിമറിച്ചു. പരലോക അനുഭവങ്ങളെ